നമ്മുടെ ഇൻസ്റ്റയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് പാവക്ക ഫ്രൈ. നമ്മുടെ സിനിമാ താരം ഹരിശ്രീ അശോകൻ ചേട്ടൻ പറഞ്ഞ ആ റെസിപ്പിയാണ് കേട്ടോ. ഞങ്ങൾ ഇതിന് കൈപ്പങ്ങ എന്നൊക്കെ പറയും, പല നാട്ടിലും പല പേരായിരിക്കും. ഏതായാലും മീൻ്റെ ഷേപ്പിൽ ഈ സാധനം കട്ട് ചെയ്യുക, ഒരു അമ്മിക്കല്ല് എടുക്കുക, അതിനങ്ങോട്ട് നന്നായിട്ട് കുത്തി കൊടുക്കണം, ഒന്നങ്ങോട്ട് ചതക്കട്ടോ. അതിന്റെ നീര് പരമാവധി ഒഴിവാക്കാൻ നോക്കുക, കയ്പ്പ് കുറയാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ജീരകം, ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യുക. ശേഷം കുറച്ച് സുർക്കും കൂടി പറഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കി ചതച്ച് വെച്ച് നമ്മുടെ കൈപ്പങ്ങ എടുത്തിട്ട് റെഡിയാക്കി വെച്ച മസാലയിൽ ഇങ്ങോട്ട് കുളിപ്പിച്ച് സെറ്റാക്കി ഒരു അരമണിക്കൂർ റെസ്റ്റിൽ വെക്കുക. ഈ സമയം കൊണ്ട് 1-2 കുടംപുളി എടുത്തിട്ട് ജസ്റ്റ് വെള്ളത്തിലിട്ട് വെക്കാൻ മറക്കരുത് കേട്ടോ. ഒരു പാനിൽ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് നമ്മുടെ കൈപ്പങ്ങ ഓരോന്നിട്ട് ഇട്ട് കൊടുക്കും. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മുടെ കുടംപുളി എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക. ആ കുടംപുളിയുടെ നീരിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഒരു കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒന്നങ്ങോട്ട് മറിച്ചിട്ടോളി. രണ്ടാമത് കുടംപുളിയുടെ നീര് ഒഴിച്ച് കൊടുക്കുക. ഒന്നങ്ങോട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ പാവക്ക ഫ്രൈ റെഡിയാണ് മക്കൾ. ഇച്ചിരി വെറൈറ്റി സാധനമാണ്. ഉച്ചക്ക് നല്ല ചൂട് ചോറിന്റെ കൂടി ഈ സാധനം കടിച്ചാണ്ടല്ലോ ഒരു രക്ഷയില്ല. നല്ല കിണ്ണം കച്ച് കിറുമാണി ജിഞ്ചിന്നാക്കടി പൊളപ്പനായിട്ടാണ്. കൈപ്പങ്ങയിൽ നീര് പരമാവധി കളയാൻ നോക്കുക, ഇല്ലെങ്കിൽ പണി പാളും. കാരണം കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് കൈപ്പൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പൊരിച്ചു നോക്കി അടിപൊളിയാക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.